ഗൈസ്, ഇന്ന് ഞാനൊരു സ്റ്റോറി പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഭയങ്കര ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ആ സംഭവം അനുഭവിച്ച സമയത്ത് ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയും. ഞാൻ ഇത് അനുഭവിച്ചവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെടുത്ത് ഞാൻ എൻ്റെ എല്ലാ ഇമോഷൻസും കാണിക്കും. അപ്പോൾ ചില ആളുകളുണ്ടായിരിക്കും നമുക്ക് എല്ലാ കാര്യം പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം, വൈഫാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഉപ്പമാരാവാം, ഉമ്മമാരാവാം, സഹോദരങ്ങളാരെങ്കിലും ആവാം. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ എല്ലാ കാര്യവും എന്ന് പറയാൻ പറ്റുന്ന, എത്ര വേണമെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുന്ന, എത്ര വേണമെങ്കിലും പിണങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലേ. അവർ നമ്മളെ വിട്ടു പോകില്ല എന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻറ്റ് പുറത്തായിരിക്കും ഇത് ചെയ്യാം. അങ്ങനെ എനിക്കുണ്ടായിരുന്നു ഒരു ഫ്രണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയും, സന്തോഷങ്ങൾ പറയും. ഫസ്റ്റ് എന്തെങ്കിലും ലൈഫിലുണ്ടായ ഈ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് എല്ലാ കാര്യങ്ങളും കേൾക്കും ചെയ്യും കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ബളബളാ പറഞ്ഞ് സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിന് അങ്ങനെ പൊതുവേ സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ആളുടെ ലൈഫിലെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വന്ന് പറയാത്തതെന്ന് കരുതിയിട്ട് ഞാൻ കുത്തി ചോദിക്കാനും പോകാറില്ല. എൻ്റെ എല്ലാ ഫീലിങ്ങും ഞാൻ പോയിട്ട് ഇങ്ങനെ ടംപ് ചെയ്യും. എൻ്റെ റഫ്ഡ് വേർഷൻ, നമ്മൾ ഏറ്റവും റഫായിട്ടുള്ളൊരു വേർഷൻ ഉണ്ടായിരിക്കുമല്ലോ, അത് ഞാൻ എക്സ്പ്രസ് ചെയ്ത് ഈ ഒരു വ്യക്തിൻ്റെ അടുത്തായി പോയിട്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു ബാഡ് സംഭവമായിരുന്നു എന്ന് ഞാനിപ്പോൾ റിയലൈസ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ആളെടുത്ത് പോയിട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ എന്ന് ചോദിച്ചു, നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അപ്പോൾ ഇതാ കിടക്കുന്നു വേറൊരു പേര്. ആ ഒരു പേരിനെ കുറിച്ച് ഞാൻ ലൈഫിൽ ഇതുവരെ ആളായിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് പീരീഡിലൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ആ ഒരു പേര്. അപ്പം ഞാൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ എന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പം അല്ല, എന്താ പറയുക, എനിക്ക് ജസ്റ്റ് 5 ഇയേഴ്സിൻ്റെയൊക്കെ ബന്ധമേ ഉള്ളൂ. അപ്പോൾ അതായത് എൻ്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏകദേശം അതിന് ശേഷമൊക്കെ വന്നിട്ടുള്ള ഒരു പുതിയ ഫ്രണ്ട് മീൻസ് കുറച്ച് ഡ്യൂറേഷൻ കുറവുള്ള ഫ്രണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ആകെ ഫീലായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ തിരിച്ചും കിട്ടാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ഒരു ധാരണ. ഒരിക്കൽ പോലും ഞാൻ എന്താ പറയുക ആളെക്കുറിച്ചിട്ട് ചുയിന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ല. എൻ്റെ അടുത്ത് പറയുന്നത് ചോദിക്കും, പറഞ്ഞ ആളുകളുണ്ടാവില്ല, നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളുകൾ, അവരായിട്ടൊക്കെ കമ്പനിയാണ് എന്നല്ലാതെ ആ ഒരു വ്യക്തിയുടെ കുറിച്ച് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ആൻഡ് പൊതുവേ ഞാൻ ആരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കുത്തി ചോദിക്കാത്ത ഒരു ടൈപ്പാണ്. എന്തുകൊണ്ടോ ഞാൻ ആ ഒരു പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേട്ട ഷോക്കിൽ ഞങ്ങൾ നിന്നിട്ടോ. എനിക്ക് ചെറുതായിട്ട് കുശുമ്പൊക്കെ വന്നേ, സ്വാഭാവികം അല്ലേ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെറിയൊരു കുശുമ്പ് വരും, സ്വാഭാവികം. അപ്പം അങ്ങനെ എനിക്ക് നിന്നൊരു കുശുമ്പ്. അപ്പം ഞാൻ കുറച്ച് ഈഗോ ഒക്കെ ഇട്ട് നിന്നിട്ടോ. അപ്പോൾ അങ്ങനെ ഈഗോ കിട്ടി നിന്ന സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചു, എന്താ റീസൺ എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കും തകർന്നു പോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ആ ആള് എന്നോട് അടി കൂടാറില്ല, ആ ആളായിട്ട് ഞാൻ ഇതുവരെ തെറ്റിയിട്ടില്ല. ഇതൊക്കെ ഞാനിങ്ങനെ വല്ലാണ്ടായി പോയിട്ടോ. കാരണം നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ള ആളെടുത്ത് നമ്മളെ റഫായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു വേർഷൻ കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ അല്ലേ. ഇപ്പോൾ ഈ പല ഹസ്ബൻഡുമാർക്ക് ഈ സംഭവം പറ്റും. ഭാര്യയാണ് നമ്മൾ വിട്ടു പോകില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ എല്ലാ ദേഷ്യവും അവരെല്ലാ മോശം സംഭവവും നമ്മളെന്ത് ചെയ്യും, ഈ ഭാര്യമാരെ മേത്തക്കങ്ങ് ഇടും. അത് ഓഫീസിലെ ദേഷ്യം, അങ്ങാടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയോട് കാരണം അതിനിങ്ങനെ വീട്ടിൽ വന്ന് തീർക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം അവർ അങ്ങോട്ട് അപ്രത്യക്ഷമായി പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, താങ്ങാൻ പറ്റുമോ? അതേ ഒരു അവസ്ഥയെന്ന് ഞാൻ ഇങ്ങനെ എന്തിനോ അങ്ങനെ 2-3 കുശുമ്പൊക്കെ ഇങ്ങനെ കാണിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ആകെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാൻ എന്നെ ആലോചിച്ച് നോക്കി. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് എൻ്റെ മോശം ക്യാരക്ടറിലേക്ക് കാണിച്ച്, അപ്പോൾ ആ വ്യക്തിക്ക് ഇന്ന് തിരിച്ച് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല അല്ലേ. അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഐ റിയലൈസ്. അപ്പോൾ എനിക്കത് വല്ലാണ്ട് അങ്ങോട്ട് ഫീലായേ. അങ്ങനെ ഫീലായി എന്തോ അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഫ്രണ്ട് ഭയങ്കരമായിട്ട് എന്നോട് മിണ്ടാതായി. കാരണം എൻ്റെ ഈ കുശുമ്പാണോ അല്ലെങ്കിൽ ഞാൻ കാണിച്ച ഈ മോശം മുന്നെപ്പെങ്കിൽ മോശം മീൻസ്
മോശമായിട്ടൊന്നുമല്ല, എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഞാൻ ചെയ്തത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് എൻ്റെ ഏറ്റവും മോശം വേർഷൻ കാണിച്ചു കൊടുത്തു. എങ്ങനെയിരിക്കുന്നു ആ ഫ്രണ്ട്ഷിപ്പോടെ അതോട് കൂടിയിട്ട് ക്ലോസ് ആയി. ഇതുപോലെ ആയിരിക്കും പലപ്പോഴും പല റിലേഷൻഷിപ്പിലും. ഹസ്ബൻഡുമാർക്കാണ് ഏറ്റവും കൂടുതൽ അത് പറ്റാറ്. വൈഫിൻ്റെ അടുത്ത് ഏറ്റവും മോശമായിട്ട് പെരുമാറും. ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാകുന്ന വൈഫ്, ആ വൈഫിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും ഏറ്റവും മോശം വേർഷൻ കാണിക്കുക അല്ലേ. ഇവർ ഇത് കുറേയൊക്കെ സഹിക്കും, ക്ഷമിക്കൂലേ, ക്ഷമിച്ച് ക്ഷമയുടെ അവസാനം, ഒരുപാട് ക്ഷമിക്കുന്നവരെ പേടിക്കണം. ക്ഷമയുടെ അവസാനം ഇവരങ്ങോട്ട് ഒന്നുമില്ല ഇട്ടറിഞ്ഞ് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യാൻ പിന്നെ എന്ത് കൊണ്ടുവന്നാലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട് പോയപ്പോൾ, ജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ എനിക്കത് ഇത്രമാത്രം എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രമാത്രം പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലൈഫ് ലോങ് പാർട്ട്ണറായിട്ട് നിങ്ങൾ നിങ്ങൾ റഫായിട്ട് പെരുമാറിയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിക്കോ, വേഗം പോയിട്ട് തിരുത്തിക്കോ. കാരണം എന്താ വെച്ചാൽ അവരുടെ അടുത്താണ് നിങ്ങൾ ഏറ്റവും മനോഹരമായ വേർഷൻ കാണിക്കേണ്ടത്. അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അഭിനയിച്ചോ, കുറച്ചൊക്കെ അഭിനയിക്കാം. എല്ലാം റിയാലിറ്റി ഒന്നായിട്ട് പെരുമാറാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ ദേഷ്യം കുറച്ചിട്ട് അവരുടെ അടുത്ത് പെരുമാറ്. നിങ്ങൾക്ക് സങ്കടം വരുന്നെങ്കിൽ നിങ്ങൾ സങ്കടം മാറ്റി വെച്ചിട്ട് അവരോട് പെരുമാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പം നമുക്ക് പ്രിയപ്പെട്ടെടുത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നമ്മളെ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പുറത്തുള്ള ആളുകളോടൊക്കെ ഭയങ്കര നന്നായിട്ട് പെരുമാറും അല്ലേ. എന്നിട്ട് നമ്മളെ ഉള്ളിലുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ വളരെ മോശമായിട്ട് പെരുമാറും. ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എനിക്കെല്ലാം നല്ല ഖേദമുണ്ട്. പക്ഷെ സത്യത്തിൽ ചെയ്യേണ്ടത് നമ്മളെ ബാക്കിയുള്ളവർ എന്തെങ്കിലും ചിന്തിക്കുമെന്ന് വിചാരിച്ചാൽ അവർക്ക് വേണ്ടി ടൈം എന്തൊന്നുമല്ല സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, ആൻഡ് അവരോട് നന്നായിട്ട് സംസാരിക്കുക, അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക. എനിക്ക് പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ റിലേഷൻഷിപ്പും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.